അപ്പോൾ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ നമ്മളൊരു 5 തരത്തിലുള്ള മാർഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ സർ. അപ്പോൾ ഒരു ചൂടും കൂടുതലാണ്. പെട്ടെന്ന് നമ്മളൊരു സ്ട്രേറ്റ് ഫെർട്ടിലൈസർ ഒളിക്കുന്നതിനെക്കാട്ടിലും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ സാല്യുബിൾ ഫെർട്ടിലൈസർ, ഇപ്പോൾ യൂറോപ്യൻ ടെക്നോളജി, ഇസ്രായേൽ ടെക്നോളജി, അങ്ങനെ പലതരത്തിലുള്ള ടെക്നോളജീസ്, പുതിയ പുതിയ ടെക്നോളജികൾ മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മൾ എപ്പോഴും ഒരു പുതിയ പുതിയ ടെക്നോളജീസ് കർഷകർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ആയിട്ടുള്ളത് ഒരെണ്ണം 124006. പ്രിയപ്പെട്ട സുധാകർ സൗന്ദരായൻ സാർ, അങ്ങേക്ക് CDയിലേക്ക് ഹാർദമായ സ്വാഗതം. സാർ, നമ്മൾ കഴിഞ്ഞ ഇതേ സമയത്ത് ഇവിടെ വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. രതീഷിന്റെ തോട്ടത്തിലാണ്. ജനുവരി മാസം ചിമ്പുണ്ടാക്കി എടുക്കണം, അന്നത്തെ നമ്മുടെ ഒരു വിഷയം ഇതായിരുന്നു. അങ്ങയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് രതീഷ് കൃഷി ചെയ്യുന്നത്. നല്ല തോട്ടം, രാജാക്കാട് ടൗണിന് അടുത്തുള്ള തോട്ടമാണ്. സമയം നല്ല ചൂടാണ്, പക്ഷെ എപ്പോഴും നിറവിളവാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി. രതീഷ് തന്നെ വീഡിയോയിൽ, ഇദ്ദേഹത്തിന്റെ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് പലപ്പോഴും. സാർ, ഇപ്പോൾ നമ്മൾ പ്രശ്നം അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. ജനുവരി മാസമാണ് ഇപ്പോ പ്രധാനമായിട്ടുള്ള കർഷകരുടെ പ്രശ്നം പുതിയ ചിമ്പുണ്ടാക്കിയിടുക, എന്നാലും അടുത്ത വർഷം നമുക്ക് ഈൽഡ് കിട്ടുള്ളൂ ജൂൺ മാസം. അതോടൊപ്പം തന്നെ സാർ ഇപ്പൊ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ സന്തോഷമാണ് എല്ലാവർക്കും, നല്ല വള്ളി അടിക്കുന്നുണ്ട്. ആ വള്ളി കുത്താതെ ഇരിക്കണം. ആ വള്ളിക്ക് എന്ത് ഹോർമോണാണ് കൊടുക്കേണ്ടത്, അത് കായിലേക്ക് എങ്ങനെ ആക്കിയെടുക്കാം, അതോടൊപ്പം തന്നെ വേര് ഉണ്ടാക്കിയെടുക്കാനുള്ള വേനൽ സംരക്ഷണം, അത്തരത്തിലൊരു വീഡിയോ ആണ്. A മുതൽ Z വരെ ഒരു കർഷകന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മള് 4 വർഷങ്ങളായി അല്ലേ സാറിനെ ഫോളോ ചെയ്യുന്ന 8 വർഷമായി. പാവൽ കൃഷിയുടെ 10 അല്ല, വാഴ കൃഷിയാണ് ആദ്യം. ഞാൻ ഇപ്പോഴും ബനാന ഫാർമറിനാണ് സേവ് ചെയ്തിരിക്കുന്ന ബനാന ഫാർമർ. എന്റെ ഫോൺ എടുത്താൽ തന്നെ അറിയാം, ബനാന ഫാർമറിനാണ്. ഓക്കെ, പക്ഷെ ജനങ്ങൾ അറിയുന്ന കാടോ ഫാർമർ. അപ്പൊ അങ്ങനെയാണ് തുടങ്ങി. എന്നാൽ ഇപ്പൊ നമ്മള് നിക്കുന്നത് രാജാക്കാട്ടിലെയാണ്, പഴയ വിടുതി അല്ലേ, അതിന്റെ മുമ്പായിട്ടാണ് ഉള്ള സ്ഥലത്ത് നിൽക്കുന്നത്. 4 റൗണ്ട് കായ എടുത്തു കഴിഞ്ഞ ഒരു തോട്ടമാണ്. ഇപ്പോഴും നമുക്ക് കാണുമ്പോ തന്നെ അറിയാം നല്ലപോലെ ക്ഷരമുണ്ട്. അപ്പൊ നമ്മളുടെ വീഡിയോ കണ്ടിട്ടും നമ്മളായിട്ട് സംസാരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ വിദേശത്തിൽ ചെയ്യുന്നത്. നല്ല കാണുമ്പോൾ തന്നെ ഭംഗിയായിട്ടുള്ള ഒരു തോട്ടമാണ്. അപ്പോ സുരേഷ് ചേട്ടന് ചോദിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഈ സെയിം സ്ഥലത്ത് അല്ലേ ഒരു വീഡിയോ ഈ സമയത്ത് ഇതേ സ്ഥലത്ത് സെയിം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോ പുതിയ ചിമ്പുണ്ടാക്കി എടുക്കാനുള്ള സമയമാണ്. എന്നാലേ അടുത്ത വർഷത്തിന് നമുക്ക് അത് കായാക്കി എടുക്കാൻ പറ്റും. പുതിയ ശരം വന്നിട്ട് അത് കായാക്കി എടുക്കാൻ പറ്റും. അപ്പൊ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ നമ്മളൊരു 5 തരത്തിലുള്ള മാർഗമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ സർ. അപ്പോൾ ഒരു ചൂടും കൂടുതലാണ്. പെട്ടെന്ന് നമ്മളൊരു സ്ട്രേറ്റ് ഫെർട്ടിലൈസർ ഒളിക്കുന്നതിനെക്കാട്ടിലും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ സാല്യുബിൾ ഫെർട്ടിലൈസർ, ഇപ്പോൾ യൂറോപ്യൻ ടെക്നോളജി, ഇസ്രായേൽ ടെക്നോളജി, അങ്ങനെ പലതരത്തിലുള്ള ടെക്നോളജീസ്, പുതിയ പുതിയ ടെക്നോളജികൾ മാർക്കറ്റിൽ ലഭ്യമാണ്. നമ്മൾ എപ്പോഴും ഒരു പുതിയ പുതിയ ടെക്നോളജീസ് കർഷകർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജി ആയിട്ടുള്ളത് ഒരെണ്ണം 124006, അതായത് 124006. അതിന്റെ കൂടെ ഡിഫറെന്റ് മൈക്രോന്യൂട്രിയൻസും ഡിഫറെന്റ് സീവീഡ്സും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ 124006, അതായത് 124006 പറയപ്പെടുന്നത്. അപ്പൊ അത് ഒരു 1/2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒളിച്ചു കൊടുത്താൽ നമുക്ക് പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരു പുതിയ ചിമ്പ് ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം pH ലെവൽ കറക്റ്റ് ചെയ്യുക. അപ്പോൾ pH ലെവൽ നമ്മൾ ഈ സമയത്ത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ലിക്വിഡ് ബേസ് ചെയ്തിട്ടുള്ള കാൽസ്യം, അപ്പൊ അത് ഒരു 1/2 ലിറ്റർ ലിക്വിഡ് ആയിട്ടുള്ള കാൽസ്യം ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഒരു കുമ്മായം, ഇത്രയും ക്ഷരമുള്ള സമയത്തെ ഒരു കുമ്മായം നമ്മൾ കലക്കി ഒളിക്കുന്നുണ്ടെങ്കിൽ മഞ്ഞപ്പിഞ്ച് പൊളിയാൻ ചാൻസ്, ചൂടും കൂടുതലാണ്. അപ്പോ ഒരു ലിക്വിഡ് ആയിട്ടുള്ള കമ്പാറ്റബിൾ ആയിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം,
സൾഫർ ചേർന്നിട്ടുള്ള ലിക്വിഡ് മാർക്കറ്റിൽ ഒരുപാട് ലഭ്യമാണ്. ഓക്കെ. അപ്പൊ അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കാൽസിബോൺ എന്ന് പറയുന്നത്. കാൽസ്യം. ഒരു 1/2 ലിറ്റർ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒളിച്ചിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന 12-40-06 ആണ്. ഓക്കെ. അപ്പൊ അത് ഒരു 1/2 കിലോ. അതിന്റെ കൂട്ടത്തില് മൈക്രോ ന്യൂട്രിയൻസും സീവീഡും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു യൂറോപ്യൻ ടെക്നോളജി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 12-40-06. ഓക്കെ. ഓക്കെ. ഇപ്പൊ 12-40-6 നമുക്ക് പറഞ്ഞാൽ മതി. 200 ലിറ്റർ വെള്ളത്തിൽ ഒരു 1/2 കിലോ ചേർത്ത് കലക്കി ഒളിച്ചു കൊടുക്കും. അപ്പൊ ഇതിനകത്തുള്ളത് നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ് ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, സീവീഡ്സ് ഉണ്ട്. അപ്പോൾ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാനും പുതിയ വേരുണ്ടാകാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂറോപ്യൻ ടെക്നോളജി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഒരു 5 to 10 ലിറ്റർ ചെടിയുടെ വലുപ്പം അനുസരിച്ച് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചിമ്പ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ള ശരത്തില് കായ് സെറ്റിങ്സും നല്ലപോലെ ഇത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ മാർഗം നമുക്ക് പറയാനുള്ളത് ഇപ്പോ സീബോൺ ഒരു 1/2 ലിറ്റർ, പാഷൻ അതായത് പൊട്ടാസ്യം സോണേറ്റ് ഒരു 1 കിലോവും, പിന്നെ ആംബിൽ എന്ന് പറഞ്ഞ ഒരെണ്ണം അത് ഒരു 250 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് പുതിയ ചിമ്പ് ഉണ്ടാക്കി എടുക്കാനും പുതിയ വേരുണ്ടാക്കി എടുക്കാനും നല്ല ഒരു മെത്തേഡാണ് ഈ പറയുന്ന മെത്തേഡ്. അതായത് കാൽസിബോണും ഈ പറയുന്ന പാഷൻ പൊട്ടാസ്യം സോണേറ്റ് പ്ലസ് അതിന്റെ കൂടെ ആംബിൾ. അപ്പോ 200 ലിറ്റർ വെള്ളത്തിൽ ഈ പറഞ്ഞ അളവിലുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉള്ള ഒരു മെത്തേഡാണ്. പിന്നെ അടുത്ത മെത്തേഡ് ഇപ്പൊ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് 13-14-13 അങ്ങനെയാണ്. ഇതും ഒരു യൂറോപ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അപ്പൊ ഇത് ഒരു 1/2 കിലോ. ഇതിന്റെ കൂടെയും ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ സീവീഡ്സും. 13-14-13 അത് ഒരു 1/2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒളിച്ചു കൊടുക്കും. അപ്പൊ ഇതിനകത്തുള്ളത് നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ് ഉണ്ട്, പിന്നെ ഡിഫറെന്റ് അമിനോ ആസിഡ് ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പോ ഈ ചൂടുള്ള സമയത്ത് ഒളിച്ചു കൊടുക്കുമ്പോൾ പുതിയ ചിമ്പ് ഉണ്ടാകാനും ഉള്ള ശരത്തിലെ കായ് സെറ്റിങ്സിനും ഇത് നല്ലതാണ്. അപ്പോൾ അത് ഒളിച്ചു കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ മെത്തേഡായിട്ട് നമ്മൾ കാണാം. പിന്നെ നാലാമത്തെ മെത്തേഡ് നമുക്ക് പറയാനുള്ളത് 20-20 പ്ലസ് അതിന്റെ കൂടെ സൾഫർ. ചില തോട്ടങ്ങളിൽ സൾഫറിന്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പോൾ 9-20-20 അത് ഒരു 1/2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഇത് പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാനും ഉള്ള ശരത്തിലെ കായ് സെറ്റിങ്സിനും ഇത് നല്ലതാണ്. അപ്പോ ഈ നാലാമത്തെ മെത്തേഡ് നമുക്ക് 9-20-20 ഒരു 1/2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കലക്കി ഒളിച്ചു കൊടുക്കുക. പിന്നെ ഒരു അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പോസ്റ്റ് മാജിക്. അത് ഫോസ്ഫറസ് ഉള്ളതുകൊണ്ട് അത് പോസ്റ്റ് മാജിക് ഒരു 1 കിലോവും, അതിന്റെ കൂട്ടത്തില് നമുക്ക് ഈ പറയുന്ന ഈൽഡ് പ്ലസ് ഒരു 40 ഗ്രാം, അതായത് അസ്കാർബിക് ആസിഡ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്, അത് ഒരു 40 ഗ്രാം. അല്ലെങ്കിൽ നമുക്ക് ഈ ടോപ്കോ ഗോൾഡ് ഒരു 200 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പുതിയ ചിമ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗമായിട്ട് നമ്മൾ ഇത് കണക്കാക്കിയാൽ മതി. അപ്പൊ നല്ല ചൂടാണ്. നമ്മളിപ്പോ നൈട്രജൻ ഇതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ നൈട്രജൻ കൂടുതൽ കൊടുക്കുന്തോറും ഈ ചൂട് കൂടുന്നതനുസരിച്ച് ചെടി വീഴാൻ തുടങ്ങും. ഇതൊരു ബാലൻസ് ആയിട്ടുള്ള നൈട്രജൻ അളവ് കുറച്ചുകൊണ്ട് ബാലൻസ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ മെത്തേഡാണ് ഈ ഡ്രഞ്ചിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നത്. അങ്ങ് പറയുന്നതനുസരിച്ച് വേനൽക്കാലത്താണെങ്കിൽ നൈട്രജൻ കൂടുതൽ ഉപയോഗിക്കണ്ട. കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി ഗ്രീൻ ആകുന്നുണ്ടെങ്കിലും ചെടി വീഴാൻ തുടങ്ങും. റെസിസ്റ്റന്റ് പവർ പെട്ടെന്ന് കുറയും. അതുകൊണ്ടാണ് അളവ് കുറച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞേക്കുന്ന അളവ് എല്ലാം നോക്കിയാലും നൈട്രജന്റെ അളവ് കുറവാണ് എല്ലാത്തിനും. അപ്പോ ആ ഒരു രീതിയിലുള്ള മെത്തേഡ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പോ ഈ ഡ്രഞ്ചിങ് ആയിട്ട് നമ്മളിപ്പോ ഒളിച്ചു കൊടുക്കേണ്ടിയ 5 തരത്തിലുള്ള മെത്തേഡാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ അടുത്ത് നമുക്ക് ഇപ്പോ ഇതുപോലെ ഉള്ള ശരങ്ങളുള്ള തോട്ടങ്ങള് ആൾമോസ്റ്റ് ഒരു 70% തോട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ശരമുണ്ട് സാറേ അല്ലേ? അപ്പോ നമ്മളൊരു ഫോളിയാർ കൊടുക്കുന്നത് നല്ലതാണ് ഈ സമയത്ത്. അപ്പൊ ഒരു 0-40-40 ഒരു 400 ഗ്രാം, അതിന്റെ കൂട്ടത്തില് ഒരു ഫെൻതീക്ക് എന്ന് പറയുന്ന സീവീഡ്, ഇല്ലെങ്കിൽ അസ്കോഫൈലം എന്ന് പറഞ്ഞ സീവീഡ്. ഇപ്പൊ ഫെൻതീക്ക് ഒരു 200 ml
അല്ലെങ്കിൽ അസ്കോഫൈലോ എന്ന് പറഞ്ഞ സീവീഡ് മാർക്കറ്റിൽ ലഭ്യമാണ്, KVK ലഭ്യമാണ്. അപ്പൊ അത് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ശരത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കായ് സെറ്റിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നേരത്തെ അതെ, മുക്കാ തട്ടയ്ക്ക് താളം അടിച്ചു കൊടുക്കുക, ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോ ഈ നൈട്രജൻ ബാലൻസ് ആയിട്ടുള്ള അളവ് ഈ സീവീഡ് സപ്പോർട്ട് ചെയ്യും. ഒരു ഗ്രീനിഷ് കിട്ടും, അതിനകത്ത് നൈട്രജന്റെ അളവുണ്ട്, ഡിഫറെന്റ് ഈ പറയുന്ന മാളിക്യൂൾസ് അതിനകത്ത് ഉള്ളത് കൊണ്ട് നമ്മൾ അത് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ നൈട്രജൻ സെപ്പറേറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ നൈട്രജൻ ഈ സമയത്ത് കൂടുതൽ കൊടുക്കണമെന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ വളകെട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഒരു ചൂട് കൂടുമ്പോൾ നൈട്രജന്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ 19 സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചിലർ യൂറിയ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്, നല്ലതാണ്. ചിലർ ഫൾവിക് ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്, നല്ലതാണ്. സീവീഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്, അതും നല്ലതാണ്. അപ്പോ ആ നൈട്രജന്റെ അളവ് ഇല്ല അടിയിലത്തെ ഇല പെട്ടെന്ന് മഞ്ഞളിച്ച് പോകുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മെത്തേഡ് മാറ്റിയിട്ട് കർഷകർ ഈ പറയുന്ന 0-40-40 കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതൊരു മെത്തേഡായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ ഇനിയിപ്പോ നൈട്രജൻ ചേർന്നിട്ടുള്ള കോമ്പിനേഷന് ആൾറെഡി നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്, ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉള്ളതാണ്. ഒരു ഫ്രൂട്ട് മാജിക് ഒരു 1 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ നമുക്ക് ബ്ലൂ മാജിക് അകത്തുള്ളത് കാൽസ്യമാണ്. കാൽസ്യം മെയിനായിട്ട് ഈ സമയത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ബ്ലൂ മാജിക് ഒരു 1 കിലോവും അതിന്റെ കൂട്ടത്തില് ഈ WMF മൈക്രോ ന്യൂട്രിയൻസ് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് മെത്തേഡായിട്ട്, മൂന്നാമത്തെ മെത്തേഡായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. പിന്നെ നാലാമത്തെ മെത്തേഡ് 0-37-40 ഒരു 400 to 1/2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഈ ഉള്ള ശരത്തില് കായ് ഉണ്ടാക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡായിട്ട് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ് എല്ലാം ഫോളോ ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, കാൽസ്യത്തിന്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ലിക്വിഡ് ആയിട്ടുള്ള കാൽസ്യം ചോട്ടിൽ ഒളിച്ചു കൊടുക്കുക, ഒന്ന് സ്പ്രേയും ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിന് മാർക്കറ്റില് പല തരത്തിലുള്ള ഈ കാൽസ്യം പ്ലസ് ബോറാൻ ചേർന്നിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ഏതാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് യൂസ് ചെയ്യുക. ലിക്വിഡ് ആണെങ്കിൽ ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 200 ml. പിന്നെ നമുക്കിപ്പോ കാൽസ്യം പ്ലസ് ബോറാൻ ചേർന്നിട്ടുള്ളതുണ്ട്, കാൽബിഎഫ് എന്ന് പറഞ്ഞിട്ട് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്യാം. ഈ കാൽബിഎഫ് പോലെ തന്നെ അമീക്കാൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം മാർക്കറ്റിൽ, അമീക്കാൽ. അപ്പൊ അത് കാൽസ്യം ഓക്സൈഡും അതിനകത്ത് ഡിഫറെന്റ് അമിനോസും ചേർന്നിട്ടുള്ളതാണ്. അപ്പൊ അതൊരു 200 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഈ പറയുന്ന എല്ലാ കാൽസ്യം പ്ലസ് ബോറാണ്, എല്ലാ കാൽസ്യം ഓക്സൈഡ് പ്ലസ് അമിനോ ചേർന്നിട്ടുള്ളത് എല്ലാം എല്ലാ ഈ പറയുന്ന ഡിഫറെന്റ് വാട്ടർ സാല്യുബിളിന്റെ കൂടെ കമ്പാറ്റബിൾ ആണ്, നമുക്ക് ചേർത്ത് കൊടുക്കും, കുഴപ്പമില്ല. അതുപോലെ തന്നെ ചില ഇൻസെക്ടിസൈഡിന്റെ കൂടെ കമ്പാറ്റബിൾ ആണ്. അപ്പോൾ ഏത് ഇൻസെക്ടിസൈഡിന്റെ കൂടെ കമ്പാറ്റബിൾ ആണ് അതനുസരിച്ച് ചെയ്യും. അപ്പൊ അടുത്ത് നമുക്കുള്ളത് ഇനിയിപ്പോ ചൂട് കൂടുതലാണ്. ഈ ചൂട് കൂടുതൽ അനുസരിച്ച് ശര എല്ലാവർക്കും പുറത്ത് ചാടിയേക്കാണ്. ശരമുണ്ട് ഈ പ്രാവശ്യം കൂടുതലായിട്ട് ശരം ഇങ്ങനെ കണ്ടു. അതെ, അപ്പോ ആ ശരത്തിനെ നമ്മൾ പിടിച്ചു നിർത്താന് പലതരത്തിലുള്ള മാർഗങ്ങള് ഞാൻ പറയാം, അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഒന്ന്, നമ്മള് ഈ ശരമുള്ള തോട്ടത്തില് സിമ്പിൾ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് എമാമെക്റ്റിൻ ബെൻസോയേറ്റ് ഒരു 150 ഗ്രാം, ക്വിനാൽഫാസ് ഒരു 300 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഈ പറയുന്ന ക്വിനാൽഫാസ് 300 ml എമാമെക്റ്റിൻ ബെൻസോയേറ്റ് ഒരു 150, അതിന്റെ കൂടെ വേണമെങ്കിൽ അമീക്കാല് നമുക്കൊരു 200 ml ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം, കമ്പാറ്റബിൾ ആണ്, ഒരു കുഴപ്പമില്ല. ഇപ്പോ ഈ പറയുന്ന ക്വിനാൽഫാസ് ഒരു 300 ml എമാമെക്റ്റിൻ ബെൻസോയേറ്റ് ഒരു 150 ഗ്രാം, അതിന്റെ കൂടെ കാൽബിഎഫ് ചേർത്ത് കൊടുക്കാം ഒരു 200 ഗ്രാം, കുഴപ്പമില്ല, കമ്പാറ്റബിൾ ആണ്. ഇപ്പോ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്തിട്ടുള്ള കീടനാശിനിയുടെ എഫക്ട് കിട്ടാതെ വരുമ്പോൾ കാൽസ്യത്തിന്റെ കുറവുള്ളപ്പോൾ കിട്ടാതെ വരും. നമ്മൾ പല വീഡിയോസിനും ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് ആരും ശ്രദ്ധിക്കാറില്ല.
അപ്പൊ അങ്ങനെ കമ്പാറ്റബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫിനാൽപാസ് ഒരു 300 ml, എമാമെക്റ്റിൻ ബെൻസൈറ്റ് ഒരു 150 ഗ്രാമും, കാൾബിറ്റ്സി ഒരു 100 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ല റിസൾട്ടാണ്. പിന്നെ ശരം കുത്തുകയല്ലേ സർ? ശരം കുത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ കാൽസ്യത്തിന്റെ കണ്ടന്റ് ചെടിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഇൻസെക്ടിസൈഡിന്റെ എഫിക്കസിയും കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു മൈക്രോ ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട്. കായ് സെറ്റിങ്സ് നല്ലതാണ്. ശരത്തിനും ഈ പറയുന്ന ഒരു ഗ്രീനിസ് കിട്ടും. പിന്നെ ഇൻസെക്ടിസൈഡിന്റെ എഫക്റ്റും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് കമ്പാറ്റബിൾ ആണ്. അപ്പൊ ഇത് ഒരു മാർഗം ഉണ്ടെങ്കിലും ഇനി ഒരു ചൂട് നമ്മൾ ഉള്ളതനുസരിച്ച് ഒരു റെക്കമെൻഡേഷൻ കൂടി ഉണ്ട്. ഇപ്പോ മിനറ്റോ എക്സ്ട്രാ അത് ഒരു 25 മില്ലി. പിന്നെ അതിന്റെ കൂട്ടത്തില് ഇമിഡ ഒരു 50 to 60 ml. പിന്നെ അതിന്റെ കൂട്ടത്തില് പൊട്ടാസ്യം സിലിക്കേറ്റ്. ഇപ്പൊ പൊട്ടാസ്യം സിലിക്കേറ്റില് പലതരത്തിലുള്ള പൊട്ടാസ്യം സിലിക്കേറ്റ് പല കമ്പനീസ് കൊണ്ട് നമ്മളത് സിൽപോട്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന സിൽക്ക ബൂസ്റ്റർ അല്ലെങ്കിൽ ടോപ്കോ പൊട്ടാസ്യം സിലിക്കേറ്റ് ഇങ്ങനെ ട്രയൽ ചെയ്തിട്ടുള്ള ഈ ഒരു 3 സിലിക്കേറ്റ് ട്രയൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഒരു 200 ഗ്രാം ഏതെങ്കിലും ഈ പറയുന്ന മിനറ്റോ എക്സ്ട്രാന്റെ കൂടെ പ്ലസ് മിഡാന്റെ കൂടെ നമ്മൾ ഈ പറയുന്ന പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു 200 ഗ്രാം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈവൻ ഈ മിനറ്റോ എക്സ്ട്രാ ഒരു 25 മില്ലിയും ഇമിഡ ക്ലോപ്രൈഡ് ഒരു 50 to 60 മില്ലിയും അതിന്റെ കൂട്ടത്തില് നമുക്ക് വേണമെങ്കിൽ ഓർത്തോസിലിക്കേറ്റ് 60 to 70 മില്ലി 100 ml ആണ് അവർ റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. 60 to 70 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതും നല്ല മെത്തേഡാണ്. പിന്നെ അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത് സിമോഡിസ് ആണ്. സിമോഡിസ് ഒരു 60 ml അതിന്റെ കൂടെ പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് കംപ്ലീറ്റ് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ശരത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഊരണയും കൺട്രോൾ ചെയ്യും, ഇലപ്പേനയും കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ തണ്ടുതുറപ്പാണയും കൺട്രോൾ ചെയ്യും, ഈർപ്പമും പിടിച്ചു നിർത്തും, ഫിസേരിയത്തെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മൾട്ടിപർപ്പസ് ആണല്ലോ. അതെ. അപ്പോ അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ബെനൂവിയ ഒരു 60 ml 60 to 70 ml 200 ലിറ്റർ വെള്ളത്തിൽ പൊട്ടാസ്യം സിലിക്കേറ്റിന്റെ കൂടെ തന്നെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ സമ്മീറ്റ് ഒരു 100 ml അതിന്റെ കൂട്ടത്തിൽ പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പ്രിയപ്പെട്ട സുധാകർ സാർ, ഈ ഒരു സീസൺ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇലമഞ്ഞൾ, ഇപ്പൊ ഇല കരിച്ചിൽ ധാരാളം ഉണ്ട്. അതോടൊപ്പം തന്നെ കർഷകർ പറയുന്ന മറ്റൊരു കാര്യം, നല്ല ഡ്രൈ ആണ് മണ്ണ്, പറഞ്ഞു പോകുന്ന മണ്ണ്. അതുപോലെ തന്നെ വേരുകൊണ്ട് നെമിറ്റോഡൊക്കെ സിവിയർ ആണ്. എത്ര മരുന്ന് മാറി പ്രയോഗിച്ചിട്ടും വേരുകൾ മാറാത്തൊരവസ്ഥയുണ്ട്. ഇതിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന, ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോ ആദ്യം മണ്ണിലിരുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോ മണ്ണ് കട്ടിയായിട്ടുണ്ട്, നിമാവിരാവിടെ പ്രശ്നങ്ങൾ കൂടുതലുണ്ട് എന്നുള്ളതാണ് ഇപ്പോ കർഷകരുടെ അല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മണ്ണ് ഹാർഡായിട്ടുണ്ടെങ്കിൽ മുള്ള് ഇടാൻ പറ്റുമെങ്കിൽ മുള്ള് ഇട്ട് കൊടുക്കുക, റൗണ്ടായിട്ടൊന്ന് മുള്ള് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് ചപ്പ് ചവറൊക്കെ വെച്ചിട്ട് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഈ 12, 40, 6 അത് ഒരു 1/2 കിലോ പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് ചോട്ടിൽ ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ചപ്പു ചവറിലുള്ള ഈർപ്പം അങ്ങനെ തന്നെ മണ്ണത്ത് പിടിച്ചു നിർത്താൻ സാധിക്കും, പുതിയ വേരുണ്ടാകാൻ സപ്പോർട്ട് ചെയ്യും, നിമാവിരാവ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും. അപ്പൊ അതൊരു പുതിയ മാർഗമാണ്, പുതിയ മെത്തേഡാണ്. അത് ഗവേഷണം ചെയ്തിട്ടുള്ളതാണ്. ഒരു പേപ്പറും കൂടി അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മണ്ണിൽ ഈർപ്പം പിടിച്ചു നിർത്താൻ അതെ. പൊട്ടാസ്യം സിലിക്കേറ്റ് ചോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് നമുക്ക് ഇലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പൊട്ടാസ്യം സിലിക്കേറ്റ് ഇലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈർപ്പം പിടിച്ചു നിർത്തും. പിന്നെ ഫിസേരിയത്തിന് കൺട്രോൾ ചെയ്യും. പിന്നെ ഈ പറയുന്ന ഊരന് നമ്മളിപ്പോ കീടനാശിനി കൂടെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞല്ലേ, ഊരൻ കംപ്ലീറ്റ്. ഇപ്പോ 2 ദിവസം മുമ്പ് ഒരു ഫാർമർ വിളിച്ചിട്ട് പറഞ്ഞു 3 വർഷമായിട്ട് പൊട്ടാസ്യം സിലിക്കേറ്റ് യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തോട്ടത്തില് ഊരൻ ഉണ്ടായിട്ടില്ല, ഈ കീടനാശിനി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളകെട്ടിയില്ല, ഫിസേരിയം കൺട്രോൾ ആണ്, കായ്ക്ക് നല്ല ഗ്രീൻ കളറാണ്, കായ് സെറ്റിങ്സും ഉണ്ട്.
അപ്പൊ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് അദ്ദേഹം പറയും. ഈ ഒരു സമയം പീക്ക് ടൈം ആണ്, അതെ, മഴക്കാലം വരെ. അതെ. അപ്പൊ അത് ഒരു മെത്തേഡ് ആണെങ്കിലും ഇപ്പോ ഒത്തിരി തോട്ടങ്ങളിലെ ഈ ഒരു പൊട്ടാസ്യം സിലിക്കേറ്റ് കൊടുക്കുന്ന മുമ്പ് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഈ പൊട്ടാസ്യം തയോ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് വിസോൾ എന്നൊക്കെ പറയുന്നു. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പൊട്ടാസ്യം തയോ സൾഫേറ്റ് അത് ഒരു 200 ഗ്രാം 200 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പോമ രോഗം, ഫിസേരിയം പോലെ ഉള്ള രോഗം കംപ്ലീറ്റ് കൺട്രോൾ കിട്ടും. അഡ്വാൻസ് ആയിട്ട് ഒന്ന് കൊടുത്തിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു ഫംഗിസൈഡോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊട്ടാസ്യം സിലിക്കേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇത് തനിയെ കൊടുക്കണോ സാറേ? സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് നല്ലത്. ഈവൻ ചേർത്ത് കീടനാശിനി കൂടെ കമ്പാറ്റബിൾ ആണ്. ഏത് കീടനാശിനി കൂടെയും ഇത് കമ്പാറ്റബിൾ ആയിട്ട് ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. പൊട്ടാസ്യം തയോ സൾഫേറ്റ്, അതെ, വിസോൾ എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല റിസൾട്ട്. അപ്പൊ അത് കൊടുത്തിട്ട് പിന്നെ പൊട്ടാസ്യം സിലിക്കേറ്റ് അല്ലെങ്കിൽ മെത്തലോ ബാക്ടീരിയ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫംഗിസൈഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പറയുന്ന പോമാ രോഗമും ഫിസേരിയമും കൺട്രോൾ ആണ്. അതായത് പെട്ടെന്ന് അതിന്റെ സ്പോർ മൾട്ടിപ്ലൈ ആകാതെ കൺട്രോൾ കിട്ടുന്നു. അപ്പൊ അതും നല്ല മെത്തേഡാണ്. ഈവൻ നമ്മൾ ഒരു മിത്രക്കുമ്പിൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതിന്റെ മുമ്പ് ഈ പൊട്ടാസ്യം തയോ സൾഫേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, പൊട്ടാസ്യം തയോ സൾഫേറ്റ് 200 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. തനിയെ കൊടുത്താൽ ഏറ്റവും നല്ലത്. സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ കമ്പാറ്റബിൾ ആയിട്ടുള്ള കീടനാശിനികൾ നോക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സാർ അതുപോലെ തന്നെ വേരുപുഴു സിവിയർ ആണ്, നെമിറ്റോഡ് സിവിയർ ആണ്. ഈ ഒരു സീസണിലാണ് ഇങ്ങനെ കണ്ടുവരുന്നത്. ഈ പരമ്പരാഗത രീതിയിൽ ചെയ്യുന്ന പല മാർഗങ്ങളും ആളുകൾ ഇപ്പൊ അതിനോട് ഒരു താല്പര്യക്കുറവാണ്. ന്യൂജനായിട്ടുള്ള ടെക്നോളജി അതെന്താണത് നല്ല റിസൾട്ട് ആയിരിക്കണം, ആ രീതിയിൽ പല കർഷകരും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ പറയുന്ന വേരുപുഴു നിമാവിര നിയന്ത്രിക്കാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ന്യൂ ജനറേഷൻ ആയിട്ടുള്ള പല മെത്തേഡ്സും മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ ഓർഗാനിക് രീതിയിൽ നിയന്ത്രിക്കാനുള്ള മെത്തേഡ്സും ലഭ്യമാണ്. അപ്പൊ ആദ്യത്തെ മെത്തേഡ് നമുക്ക് പറയുന്നത് ഒന്ന് മിനക്ടോ എക്സ്ട്രാ ഒരു 25 ml വെനീവ ഒരു 20 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചോട്ടിൽ കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നെമറ്റോഡും വേരുപുഴുവും നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഈ ആംവിൻ എന്ന് പറഞ്ഞ്, അത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഉപയോഗിച്ച. അതെ. അപ്പൊ ഒരു 100 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വേരുപുഴുവിൽ നെമറ്റോഡിയെ നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അടുത്ത മെത്തേഡ് കണ്ടന്റ് എന്താ സാർ? അതിനകത്തുള്ളത് ക്ലോറൻ ട്രാനിഫോലിയ പ്ലസ് എബാമക്ടീൻ ആണ്. എബാമക്ടീൻ എന്ന് പറയുന്ന ഈ രണ്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ് ആണുള്ളത്. ഒരുപോലെ കൺട്രോൾ ചെയ്യും. അതെ. ഈവൻ അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും ബോററെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്, ചൊറിയെ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്, വളകെട്ടിയെ കൺട്രോൾ ചെയ്യാനും നല്ലതാണ്. നല്ല ഒരു മെത്തേഡായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയുന്ന മെത്തേഡാണ് കാർട്ടാപ്പ് ഒരു 150 ഗ്രാമും അതുപോലെ തന്നെ സൈഫർമെത്രീന് ഒരു 150 മില്ലിയും, അതായത് 25 ഈസി സൈഫർമെത്രീന് ഒരു 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് റൗണ്ട് ആയിട്ട് കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നിമാവരയും വേരുപുഴുവും നിയന്ത്രിക്കാൻ നല്ലതാണ്. പക്ഷെ ഈ പറഞ്ഞ മെത്തേഡിൽ ഇൻസെക്ടിസൈഡ്സ് പറഞ്ഞ മെത്തേഡ്സിൽ കമ്പാറ്റബിൾ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ്, അയൺ ഫ്രീ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ അത് ഒരു 100 ഗ്രാം 100 to 150 ഗ്രാം ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കമ്പാറ്റബിൾ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യും. പിന്നെ ജൈവ രീതിയിലുള്ള മാർഗം നമുക്ക് ഒന്നിച്ച് നിയന്ത്രിക്കാനുള്ളത് EPN ഒരു 200 ഗ്രാമും ഫെസിലോമൈസസ് ഒരു 400 ഗ്രാമും 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് ചോട്ടിൽ കലക്കി ഒളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ പറയുന്ന വേരുപുഴുവും നിമാവരായും നിയന്ത്രിക്കാനുള്ള ഒരു 100% നല്ല ഒരു മെത്തേഡ് തന്നെ. ശ്രദ്ധിക്കുക കർഷകർ, മണ്ണകത്ത് 15 to 30 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നിമാവിര മൾട്ടിപ്ലൈ ആകത്തുള്ളൂ. 15 ഡിഗ്രി താഴെ പോയാലും 30 ഡിഗ്രി മുകളിലോട്ട് പോയാലും ഇത് മൾട്ടിപ്ലൈ ആകത്തില്ല, പേടിക്കണ്ട. അപ്പോ ആ സമയത്ത്, അതായത് 15 ഡിഗ്രി താഴെയും 30 ഡിഗ്രി മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ ഒരു നെമറ്റിസൈഡും അല്ല ഒരു ഓർഗാനിക് രീതിയിലുള്ള ഒരു മെത്തേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് മായ്ച്ചർ പിടിച്ചു നിർത്താനും 30 ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും
മണ്ണകത്ത് നമ്മളുടെ തോട്ടത്തിൽ ഈ 30 ഡിഗ്രി പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. സാറ് പറഞ്ഞ പുതിയൊരു അറിവാണല്ലോ, ഇതേവരെ ആരും പറയാത്തൊരു കാര്യമാണ്. അതെ അതെ അതെ. സാറേ, എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ള, ഈ എയറേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ മെത്തോഡിന്? അതായത് എയറേഷൻ കുറവുള്ള സോയിലില് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടുതലാന്ന് പറയുന്നു. മീൻസ് അപ്പൊ ഇപ്പൊ വേനൽക്കാലം അല്ലേ, എല്ലായിടത്തും സോയിൽ നല്ല ടൈറ്റ് ആയതുകൊണ്ട് പല മരുന്നുകളും നമുക്ക് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ മെത്തോഡിന് ഒരു എന്നാ പറയുന്നത് ഒരു റിസൾട്ട് കിട്ടായി വരുന്ന അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അതോ അതിന്റെ രീതി പ്രൊസീജിയറും മറ്റു രീതിയിലാണ് ഈ മെത്തോഡിന്റെ? അതായത് ഇപ്പോ പൊതുവെ നമ്മൾ പറയുന്നത് ഏലത്തിന് ഒരു ജസ്റ്റ് മണ്ണകത്ത് കാറ്റകത്ത് കയറി പുറത്തു വരുന്നത് നല്ലതാണ്. ഇപ്പൊ ഏതൊരു ജീവിയാലും കാറ്റ് വേണം. നമ്മളിപ്പോ മുള്ളിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കാറ്റകത്തും പുറത്തും വരും. മണ്ണ് കട്ടിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രവർത്തനം ഉണ്ടാകത്തില്ല. അപ്പൊ അത് വേരുണ്ടാകത്തില്ല, നമുക്ക് പുതിയ വേരുണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ല. എയറേഷൻ കിട്ടുന്നത് നല്ലതാണ് നിമാവിര മൾട്ടിപ്ലൈ ആകാൻ. ലൂസ് ചെയ്ത് കൊടുത്താൽ മൾട്ടിപ്ലൈ ആകും, പുതിയ വേരുണ്ടാകുമ്പോ. അതായത് നമ്മളിപ്പോ ഈ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചെറിയ ഒരു വേര് വന്നപ്പോ തന്നെ നമ്മൾ ചാടിക്കേറി നെമറ്റോഡ് ഉണ്ടെന്നുള്ളത് നോക്കി നമ്മൾ വിളിക്കും. അങ്ങനല്ല. ഫൈബ്രസ് റൂട്ട്, പൊടിവേര് എത്ര ഉണ്ടാകുന്നുണ്ടോ ആ പൊടിവേരിലാണ് ഇവൻ കയറുന്നത്. അതായത് ഇത് ഒരു എഗ്ഗാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇവന് ഹാച്ച് ചെയ്ത് ജൂണൈൽ 1, 2, 3, 4 വരുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ നമ്മള് നൈട്രജൻ വളം ഉണ്ടെങ്കിൽ, ഇപ്പൊ ചാണകം ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വേപ്പമണ്ണാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ മൾട്ടിപ്ലൈ ആകത്തില്ല. ഇല്ല ഈവൻ സൂഡോമോണാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മണം ഇഷ്ടമില്ല. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ മായ്ച്ചര് നമ്മളിപ്പോ ഉള്ളിട്ടു, പിന്നെ ചപ്പു ചവറ് വെച്ചു, അതിൽ നനച്ചു കൊടുക്കുമ്പോൾ ആ ഒരു 30 ഡിഗ്രി ബാലൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവന് മൾട്ടിപ്ലൈ ആകും. അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, മുള്ളിട്ടിട്ട് ഒരു വളയിടും അല്ലേ, അതിന്റെ നമ്മളിപ്പോ വേരുണ്ടാകാനും എയറേഷൻ കൊടുക്കാനും ചെടി ഇപ്പൊ എന്തിനും ഈ വേനക്ക് നമ്മൾ മണ്ണ് ലൂസ് ചെയ്ത് കൊടുക്കുന്നു, പുതിയ ചിമ്പുണ്ടാക്കി എടുക്കാൻ വേണ്ടി. പുതിയ ചിമ്പുണ്ടാക്കി എടുക്കാൻ എയറേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഗ്രോത്ത് ഉണ്ടാവും, അതിന്റെ കൂടെ മൾട്ടിപ്ലിക്കേഷൻ ഈ നിമറ്റോഡും വളരും. അതിപ്പോ ഇതിൽ കൺഫ്യൂഷൻ ഉള്ളത്, പുതിയ തൈ വെച്ചിട്ട് നമ്മൾ ഉറപ്പിച്ചു കൊടുക്കുന്നു. അതെന്താണ്, കാറ്റ് കയറാൻ പാടില്ല എന്നാ പറയുന്നത്. ഓ ടൈമില്. അതെ, ഈ പുതിയ ചിമ്പ് വയ്ക്കുന്ന സമയത്ത് അല്ലേ, അത് തന്നെ നമ്മള് ഈ നല്ല മണ്ണ് ഹാർഡായിട്ടുള്ളപ്പോ മണ്ണ് ലൂസാക്കി കൊടുക്കും. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ മിത്രകുമിളുകൾ അകത്തു പോകാനും പുറത്തു വരാനും ഓക്സിജൻ ചെടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇട്ട് കൊടുക്കുമ്പോൾ എയറേഷൻ കിട്ടും, പുതിയ വേരുണ്ടാകും. പുതിയ വേരുണ്ടാകുമ്പോൾ നിമാവിര ഉറപ്പായിട്ടും വരും. അപ്പൊ ആ സമയത്ത് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇലകരിച്ചിൽ ഇല പഴുപ്പാണ്. വലിയ കൺഫ്യൂഷനാണ്, ഏത് രോഗമാണെന്നറിയില്ല. ചിലപ്പോൾ ഫിസേറിയം, അതുപോലെ തന്നെ വേര് കരിച്ചില്, വേര് പുഴു, പല രോഗങ്ങൾ കൊണ്ടായിരിക്കും. സാധാരണ രീതിയിൽ അതിന്റെ ഒരു ലക്ഷണം ചെയ്യാൻ കഴിയുന്ന ഒരു പരിഹാരം അല്ല, ഇപ്പൊ നമ്മള് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലാവസ്ഥ, അതായത് ചൂടുള്ള കാലാവസ്ഥയും ഡേ ടൈത്തിൽ നല്ല ചൂടും രാത്രിയാകുമ്പോൾ നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥ ഉള്ള സ്ഥിതിക്ക് നമ്മള് ഈ സ്പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗിസൈഡ്, അത് സ്പെഷ്യൽ കോട്ടഡ് ആയിട്ടുള്ള, നോർമൽ കാർബൺഡിസം മാംഗോസെപ്പ് ഉണ്ടെങ്കിലും അത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കോട്ടഡ് ഫംഗിസൈഡ് ആണ്. അപ്പൊ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പറയുന്ന ചെന്താൾ രോഗം അല്ലെ ഇലപ്പുള്ളി രോഗം അതിന് നിയന്ത്രിക്കാൻ നല്ലതാണ്. ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് സൂഡോമോണാസ് ഒരു 1/2 ലിറ്റർ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാലാവസ്ഥയ്ക്ക് അത് ബാലൻസ് ആയിട്ട് തന്നെ ഈ രോഗത്തിന് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇവിടെ സുധാകർ സൗന്ദര്യ സാർ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കടുത്ത വേനൽ വരുവാണ്. വലിയ മലമുകളിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാം നല്ല ഏലച്ചെടി നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പൊ ഇനി കൂടുതൽ നമ്മൾ ഏലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട്, അങ്ങ് തന്നെയാണ് എപ്പോഴും വീഡിയോയിൽ ഇത് പറയാറുള്ളത് വർഷങ്ങളായിട്ട്. ആ ഒരു ടെക്നോളജി നമ്മുടെ പുതിയ കർഷകർക്കും കൂടി ഒരു പുതിയ വീഡിയോ കാണുന്ന എന്താണ് ചെയ്യുക? നനയ്ക്കാൻ വെള്ളമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. എങ്കിൽ പോലും നമ്മള് കൃഷി ചെയ്യുമ്പോൾ ഏലം എന്ന് പറയുന്നത് ഒരു പെരനിയൽ ക്രാപ്പാണ്. അപ്പൊ അത് നമ്മൾ എപ്പോഴും കണക്കാക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് ഇറിഗേഷൻ ഉള്ളത്, പിന്നെ റെയിൻഫെഡ്. ഇറിഗേറ്റഡ് ഏരിയക്കും റെയിൻഫെഡ് ഏരിയക്കും എപ്പോഴും നമുക്കൊരു ഡിഫറൻസ് ഉണ്ട്. ഇറിഗേഷൻ ഉള്ള തോട്ടങ്ങളിൽ നമുക്ക് മിസ്റ്റ് ഇടാം, അല്ല സ്പ്രിംഗ്ലർ വയ്ക്കാം. ഇവൻ ചിലര് ഡ്രിപ്പ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നവരുണ്ടായിരുന്നു. അപ്പോ ആ വെള്ളം നമുക്ക് എത്ര യൂസ് ചെയ്യാൻ പറ്റുമോ അത് യൂസ് ചെയ്യുക. അപ്പൊ അതില് ഇപ്പൊ ഒരു 15 ദിവസം കൂടുമ്പോൾ ഒന്ന് നനയ്ക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പൊട്ടാസ്യം സിലിക്കേറ്റ് മന്ത്ലി ഒൺസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മെത്തലോ ബാക്ടീരിയ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക.
ഇത് ഒരു 2 മെത്തേഡ് ഉണ്ടെങ്കിലും മഗ്നീഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, ഉം. അതും നല്ലതാണ്. പിന്നെ ഓർത്തോ സിലിക്കേറ്റും നല്ലതാണ്. ഇതിന്റെ അളവുകളൊക്കെ എങ്ങനെ? അടിക്കുന്ന അപ്പോ സമയം എപ്പോഴും? പൊട്ടാസ്യം സിലിക്കേറ്റ് പൗഡർ ഫോമിൽ ഉണ്ടെങ്കിൽ 200 ഗ്രാം, 200 ഗ്രാം ലിക്വിഡ് ഫോമിൽ ഉണ്ടെങ്കിൽ 100 മില്ലി മതി. മതി. അത് തന്നെ നമുക്ക് മെത്തലോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒരു 1/2 ലിറ്റർ 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഉം. ഇപ്പോഴും. പൊട്ടാസ്യം സിലിക്കേറ്റ് ഒരു കെമിക്കലാണ്, കെമിക്കലാണ്. മെത്തലോ ബാക്ടീരിയ ഒരു ബാക്ടീരിയ ആണ്, രണ്ടും തമ്മിൽ ചേരത്തില്ല. ആ. അത് ശ്രദ്ധിക്കുക. ആൾക്കാർ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ. ഒന്ന് പൊട്ടാസ്യം സിലിക്കേറ്റിന്റെ റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ മെത്തലോ ബാക്ടീരിയയുടെ റിസൾട്ട് കിട്ടും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് 2 യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പൊട്ടാസ്യം സിലിക്കേറ്റ് കൊടുക്കുക, ഓക്കെ. ഒരു പ്രാവശ്യം മെത്തലോ ബാക്ടീരിയ കൊടുക്കുക. അങ്ങനെ മാറി മാറി കൊടുക്കുന്നതുകൊണ്ട് റിസൾട്ടും നല്ല റിസൾട്ടാണ്. ഒരു പ്രാവശ്യം നമ്മൾ കീടനാശിനി കൂടെ ചേർത്ത് തന്നെ പൊട്ടാസ്യം സിലിക്കേറ്റ് കൊടുക്കാം. പിന്നെ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മെത്തലോ ബാക്ടീരിയ കൊടുക്കാം. അങ്ങനെ മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആണ്. രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ അത് തെറ്റായിട്ടുള്ള കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് കർഷകർ അങ്ങനെ ചെയ്തിരുന്നു. അതെ, ഇപ്പോ ഈ സമയത്ത് തന്നെ സൂഡോമോണാസിന്റെ കൂടെ മാംഗോ സബ് ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അത് തെറ്റായിട്ടുള്ള മെത്തേഡാണ്. അപ്പൊ അങ്ങനെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ആയിട്ട് പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ബാക്ടീരിയൽ വെൽറ്റ് ഇല്ല എന്ന് പറയുന്ന ഡോക്ടർ. ഓക്കെ. അപ്പോ അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് കർഷകർക്ക് പ്രശ്നം എന്താണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ റെക്കമെൻഡേഷൻ കൊടുക്കുക. ഇപ്പോ സൂഡോമോണാസിന്റെ കൂടെ ഹെർബൽ എക്സ്ട്രാക്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചൂടുള്ള സമയത്ത് വേസ്റ്റ് ഓഫ് മണിയാണ്, യാതൊരു ഗുണം. ഹെർബൽ എക്സ്ട്രാക്ട് സ്പ്രേ ചെയ്ത് കൊടുത്തോട്ടെ, നല്ല റിസൾട്ടാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിന്റെ കൂടെ സൂഡോമോണാസ് എങ്ങനെ ചേരും? അപ്പൊ അത് എന്താണുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോ ഈ നെഗറ്റീവ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാതെ എന്താണ് കർഷകർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. അപ്പോ ആർത്തോസിലിക്കേറ്റ് ഒരു 100 ml മതി, നല്ലതാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യം സിലിക്കേറ്റ് ഒരു 100 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ചൂടുള്ള സമയത്ത് ചെടിക്ക് ഈർപ്പം പിടിച്ച് നിർത്താൻ നല്ല ഒരു മെത്തേഡായിട്ട് തന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഇനി കുറച്ചും കൂടി ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിനുള്ള ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പലതരത്തിലുള്ള PGR ലഭ്യമാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ഷെഡ്യൂൾ തന്നെ റെഡിയാക്കുന്നുണ്ട്. അതായത് റെയിൻഫെട്ടുക്കും ഇറിഗേറ്റഡ് ഏരിയക്കും. ഇറിഗേറ്റഡ് ഏരിയക്ക് ഈ പൊട്ടാസ്യം സിലിക്കേറ്റ് മതിയാണെങ്കിൽ അത് മതി. റെയിൻഫെട്ടുക്ക് ലോങ് പീരീഡിലെ ഈർപ്പം പിടിച്ചു നിർത്താനുള്ള ഒരു 7 തരത്തിലുള്ള ഈ ഡ്രൗട്ട് മിറ്റിഗേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ അത് ട്രയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ അത് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ 7 തരത്തിലുള്ള മെത്തേഡ് മാറി മാറി യൂസ് ചെയ്താൽ മതി വെള്ളലഭ്യത കുറവുള്ള സ്ഥലങ്ങളിൽ. ഒരു പ്രാവശ്യം മെത്തലോ ബാക്ടീരിയ യൂസ് ചെയ്യാം, ഒരു പ്രാവശ്യം പൊട്ടാസ്യം സിലിക്കേറ്റ് യൂസ് ചെയ്യാം, ഒരു പ്രാവശ്യം ഓർത്തോ സിലിക്കേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഒരു 5 തരത്തിലുള്ള പുതിയ മെത്തേഡ്സും ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി അടുത്ത വർഷം തൊട്ട് ഈ വെള്ളലഭ്യത കുറവുള്ള, അതായത് റെയിൻഫെട്ട് ബേസ് ചെയ്തിട്ടുള്ള കൃഷികൾക്ക് ഇത് ബെസ്റ്റ് മെത്തേഡായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഗവേഷണം ഒരിക്കലും നിൽക്കുന്നില്ല, പുതിയ ടെക്നോളജി ഒരിക്കലും കുറയുന്നില്ല. പുതിയ ടെക്നോളജി വരുന്നുണ്ട്, അതനുസരിച്ചുള്ള ടെക്നോളജി നമ്മൾ കർഷകർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ CD ബ്ലോഗിലാണ് അതാത് സമയത്ത് കർഷകർക്ക് ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോ നമുക്ക് ഇന്ന് തന്നെ പറയണമെങ്കിൽ ഒരുപാട് കർഷകർ അല്ലേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒவ்வொரு സ്ഥലത്തും ഒരു ട്രെയിനിങ്ങിന് വിളിച്ചാൽ മിനിമം 200 to 500 പേരാണ് ക്ലാസ്സിന് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പോ കർഷകർക്ക് ഗുണകരമായത് കൊണ്ട് മാത്രമാണ് കർഷകർ പിന്നെയും നമ്മളോട് ഫോളോ അപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് കർഷകർക്ക് വേണ്ടിയിട്ട് എന്നും പ്രവർത്തിക്കുന്ന CD ബ്ലോക്ക് അതിനോടൊപ്പം ഞാനും ഇതിലുണ്ടെന്നുള്ളതാണ്. നമ്മൾ നീലഗിരി ഗുഡലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. മിനിമം 500 കർഷകരാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ഇതുവരെ അവര് CD ബ്ലോക്കിലുള്ള യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോട് റിക്വസ്റ്റ് പ്രകാരം നമ്മൾ അവിടെയും ഒരു 2 ദിവസം സെമിനാറായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കർഷകർ ഇപ്പൊ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ റെഡിയാണ്. അപ്പൊ അതിനുള്ള സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടാകും. എന്നാലും ഈ ഒരു പുതിയ വർഷം 2026 തുടങ്ങുവാണ്. 2025 പോയത് പോട്ടെ, 2026 പുതുവർഷ ആശംസകൾ പറഞ്ഞുകൊണ്ട് ചൂടുള്ള സമയത്ത് നമ്മളുടെ കൃഷി പിടിച്ചു നിർത്താനുള്ള മാർഗങ്ങളും ചെടി അടുത്ത വർഷം നമുക്ക് നല്ല കായ ഉണ്ടാക്കിയെടുക്കാനുള്ള
ഇന്ന് പറഞ്ഞ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഗുണകരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.